ഇവിടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ മടിയന്മാർ പുറത്തൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അകത്തോട്ട് എടുത്തിടാൻ. അതായത് ഒരു 100 അല്ലെങ്കിൽ 200 കുപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 19 യൂറോ ഒരു ദിവസം കിട്ടും. ഗൈസ്, റിയാക്ഷൻ വീഡിയോ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ചിക്കൻ ടിക്ക മസാല, ഇത് പന്നിയുടെ പുറത്തെ നെയ്യാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഡെലിവറി ടേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെയും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഞാൻ പിന്നെയും ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്കത്ര സുഖമില്ല, കോൾഡാണ്, കാരണം ഇവിടെ മുട്ടൻ തണുപ്പാണ്. ഇന്നിപ്പോൾ ഒരു കുറച്ച് ഭേദമുണ്ട്. ഇപ്പം ഇന്ന് 1-2 ഡിഗ്രിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ -5 -4 ആയിരുന്നു. അപ്പോൾ ഇവിടെയുള്ള റോട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ റോട്ടിൽ എന്തോ ഒരു ഐസ് ഉണ്ടായിരുന്നു എന്നൊക്കെ, അതൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് പയ്യെല്ലാം. ടെമ്പറേച്ചർ കൂടിയപ്പോൾ പയ്യെല്ലാം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് വിൻ്റർ ഷൂ ഒക്കെ മാറ്റി സാധാ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയേക്കണം. 2 ഡിഗ്രി ഉണ്ടെങ്കിൽ തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ പുറത്തോട്ട്. കുറച്ച് കഴിയുമ്പോൾ പറ്റില്ല ചിലപ്പോൾ നിൽക്കാൻ. അപ്പം ഇന്നൊരു ടാസ്ക് ഉണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അത് കാരണമാണ് ഞാൻ മെയിനായിട്ട് പുറത്തിറങ്ങിയത്, അല്ലെങ്കിൽ പുറത്തിറങ്ങില്ലായിരുന്നു. വീട്ടിലിരുന്നിട്ട് മടി പിടിക്കണം. അപ്പോൾ ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് ക്ലാസ്സും ഇല്ല, ഡ്യൂട്ടി ഒന്നും ഇല്ല. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പണി ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ വീട്ടിലൊരുപാട് ഗ്ലാസ് വേസ്റ്റുകൾ ഇരിപ്പുണ്ടായി, ഗ്ലാസിൻ്റെ കുപ്പികൾ, ചില്ലുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ വഴിയിലൊന്നും അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അപ്പാപ്പൻ നിന്ന് റോഡൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, മഞ്ഞ് കോരിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ വീട്ടിലേക്കുള്ള. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇത്രയും ഒരു വലിയ സഞ്ചി പകുതിയോളം വേസ്റ്റാണ്, ഗ്ലാസ്സാണ് ഫുള്ള്. ബിയറിൻ്റെ കുപ്പികൾ, അതുപോലെ ഈ ജാമിൻ്റെ അങ്ങനെയുള്ള കുറേ കുപ്പികളുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കളയണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എനിക്ക് പോകേണ്ട ബസ് ഇത് ഈ ഡയറക്ഷനിൽ വരുന്നുണ്ട്. ഇനി അത് അവിടെ അപ്പുറത്ത് പോയിട്ട് ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് റൗണ്ട് ചെയ്ത് വരും. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണം, ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഈ പച്ചക്കളർ ബോർഡുണ്ടോ, അവിടെ വേണം ഞാൻ നിൽക്കാൻ. അപ്പം ഇന്ന് കുറച്ച് വെളിച്ചമൊക്കെ ഉള്ള ദിവസം ഉണ്ടോ. സാധാരണ ഈ സമയത്തൊക്കെ ഈയിടെയായിട്ട് ഭയങ്കര ഇരുട്ടായിരിക്കും, അധികം സൺലൈറ്റ് ഉണ്ടാവില്ല. ഇന്ന് കുറച്ചും കൂടി ബെറ്ററാണ്. കുറച്ചും കൂടി സൂര്യപ്രകാശം അങ്ങനെ ഇല്ലെങ്കിലും കുറച്ചും കൂടി ലൈറ്റുള്ള പോലെ തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലെന്നൊരു പ്ലാനുണ്ട്, ബിയർ പഴംപൊരി. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണം. ബിയർ എന്തായാലും മേടിക്കണം, പഴം മേടിക്കണം, പഴമില്ല. പിന്നെ പൊടി ഉണ്ടെന്ന് തോന്നണം, അതൊന്ന് ചെക്ക് ചെയ്യണം. അവളോടൊന്ന് ചോദിക്കണം, ഇല്ലെങ്കിൽ അതും മേടിക്കണം. പിന്നെ പനിയുടെ ആയിരുന്നു, പനിയാണെന്നറിയില്ല, തൊണ്ടക്കൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്ത് മൊത്തത്തിൽ. അപ്പോൾ ബസ് വരട്ടെ, ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കും. പിന്നെ ഇന്ന് ഇവിടെ ശനിയാഴ്ചയാണ്, ഇന്ന് ടിക്കറ്റ് കാണിക്കണ്ട, ഫ്രീ ആണ്. ശനിയാഴ്ച ഞാൻ താമസിക്കുന്ന സ്റ്റട്ടിൽ ഫ്രീ ആണ് ട്രാവൽ. ഇപ്പം ബസ് വരുന്നുണ്ട്, ബസ്സിൽ കയറട്ടോ. അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി ഇത് കളയാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചില്ലുകുപ്പി ഇപ്പോൾ വഴി ഓൺ ദ വേ ആണ്. ഇതപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നതും പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയതൊക്കെ ഇവിടെ തന്നെയുണ്ട്, ഈ വഴി തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അത്യാവശ്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വിൻ്റർ ഒന്ന് മാറിയാൽ എന്തെങ്കിലും നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ദൂരേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, കാരണം തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ നടന്ന് ആ സംഭവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി 1 2 3 വലിയ ബോക്സുകൾ പോലെ സെറ്റ് ചെയ്തേക്കണേ ഇവരിവിടെ. ഇത് പല സ്ഥലത്തുണ്ടാവും, നമ്മുടെ ഏരിയയിൽ 1-2 സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും അടുത്തുള്ള ഡിസ്പോസൽ സ്ഥലം ഇതാണ്. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിൽ ആ റെഡ് ബോക്സ് എന്ന് പറയുന്നത് ഡോയ്ച്ചെ റോട്ടസ് ക്രോയ്സ് റെഡ് ക്രോസിൻ്റെ സംഭവമാണ്. അതിൽ നമുക്ക് പഴയ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല.
അപ്പോൾ അത് വേറെ ആർക്കെങ്കിലും അവർ കൊടുക്കും. അതായത് വാഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറഞ്ഞ പൈസക്ക് ഇപ്പോൾ ഒരു 1-2 യൂറോയ്ക്കൊക്കെ നല്ല ഡ്രസ്സുകളാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യും അവർ. ബാക്കി അപ്പുറത്തേക്കണ 2 വൈറ്റ് കളർ ബോക്സുകളാണ് നമ്മൾ ഗ്ലാസ് ഡിസ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരമ്മച്ചി ഓൾറെഡി അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈ ഫ്രീ അല്ല, അതുകൊണ്ട് കൈ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേ കൈ ഫ്രീ അല്ല, ക്യാമറ പിടിച്ചേക്കണോണ്ട്. ഇതിലാണ് വൈറ്റ് ഇടേണ്ടത്, വൈറ്റ് കളർ ബോക്സിൽ. അപ്പുറത്തേക്ക് എഴുതിയിട്ടുണ്ട് ഗ്രൂണും ബ്രൗണും എന്നൊക്കെ. നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വൈറ്റ്. ഇതാണ് സംഭവം. ഇവിടെ ഡ്രസ്സിൽ കൊണ്ടുവന്നിട്ട് ആൾട്രാ ക്ലൈഡറും ഷൂസും കൊണ്ടുവന്നിട്ടാ. ഇതാണ് സംഭവം. ഇവിടെ ഡ്രസ്സിൽ കൊണ്ടുവന്നിട്ട് ആൾട്രാ ക്ലൈഡറും ഷൂസും കൊണ്ടുവന്നിട്ടാ. അപ്പോൾ ആ പണി കഴിഞ്ഞ് നമ്മുടെ കുറച്ച് ഫാൻഡ് ബോട്ടിൽസ് ഉണ്ട്. അതായത് മറ്റേ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായി, അത് കാണാത്തതിന് ഇവിടെ നോക്കിയാൽ മതി, അതൊന്നുകൂടി കാണാം. അത് അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ആ കുറച്ച് കുപ്പീസ് എന്തെങ്കിലുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതും കൂടി കൊണ്ടുപോയി കളഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ ഒരു റെസിപ്റ്റ് പൈസ കിട്ടും നമുക്ക്, അതുകൂടി എടുക്കണം. ഡെറ്റോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാലിക്കുപ്പി പറക്കുന്നത് ഇവിടെ ഒരു പ്രൊഫഷനാണ്. അതായത് അത് വഴി തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ റോട്ടിൽ നിന്നൊക്കെ അത് പിറക്കിയെടുത്തിട്ട് ഇതുപോലെ കടകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഭക്ഷണം മേടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുപ്പി പറക്കുന്നത് ഒരു പൈസ കിട്ടും. അപ്പോൾ അത് എന്താ പറയുക, ഒരു ജോബെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതായത് ഒരു 100 അല്ലെങ്കിൽ 200 കുപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 50 യൂറോ ഒരു ദിവസം കിട്ടും. അത് നല്ലൊരു സെറ്റപ്പാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം. അപ്പോൾ ഇതും കൂടി ഒന്ന് ഡിസ്പോസ് ചെയ്താൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ കടയിൽ പോയി കുറച്ച് സാധനം കൂടി മേടിച്ചാൽ നമുക്ക് വീട്ടിൽ പോവാം. €2.5 കിട്ടി. പക്ഷേ അപ്പോൾ എല്ലാ സ്റ്റെപ്പ് പോലെ ഉണ്ടുകൊണ്ട് പിന്നെ എടുത്തിട്ടുണ്ടാവും. കാര്യം കൂട്ടി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഭാഗ്യമുണ്ട്. €1 €2 കോയിനിട്ട് എടുക്കുന്നതാണ്. നമുക്കിനി കടയിൽ കയറാം. നമുക്ക് മേടിക്കേണ്ടത് പഴം, പിന്നെ ബിയർ, അങ്ങനെ സാധനങ്ങൾ. വേറെ ഒന്നും മേടിക്കരുതെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം എന്നാണ്. അപ്പോൾ പഴം കൂടി ഇപ്പോൾ നമ്മളെ നാട്ടിലെ പോലത്തെ ഏത്തപ്പഴമൊന്നും ഇവിടെ കിട്ടില്ല, അതറിയാലോ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ. ഏറ്റവും വില കുറഞ്ഞത് ഇതാണ്, $1.29. ഏതെടുക്കണം എന്ന് ആലോചിക്കട്ടെ. ഇതെടുക്കാം നമുക്ക്. പഴം കിട്ടി. ഇനി നമുക്ക് ബിയർ മേടിക്കണം. പിന്നെ മാക്സിമം പറ്റിയ അത്യാവശ്യത്തേക്ക് ഈ വീക്കെൻഡത്തേക്കുള്ള എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങൾ, അധികം സാധനങ്ങൾ മേടിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വന്നോളൂ പർച്ചേസിന്. ഇപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ക്യാരറ്റിൻ്റെ പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനാ മിനി മോറൻ എന്ന് പറയും ഇവിടെ ജർമ്മനിൽ, സ്നാക്കാണ്. പിന്നെ ഒരു പാക്കറ്റ് പാല്. പിന്നെ ഇവിടെ ഇതുപോലെ ഒരുപാട് റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ ചിക്കൻ ടിക്ക മസാല. ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ അധികം പൈസയൊന്നുമില്ല, €2. ഇതിന് €2 ഒക്കെ ഉള്ളൂ, $1.99. സ്പഗെറ്റി ബൊളോഗ്നീസ് ഇതൊക്കെ നേരെ അങ്ങോട്ട് മൈക്രോവേവ് ചെയ്തെടുത്താൽ. ഇവിടെയുണ്ട് ചിക്കൻ ടിക്ക മസാല, ഇത് $2.89. ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് പന്നിയുടെ പുറത്തെ നെയ്യാണ്, കണ്ടില്ലേ? ഇത് $2.29. ഇത് വയറിൻ്റെ സൈഡിലത്തെ പന്നിയുടെ. ഇതുപോലെ ജർമ്മൻസിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇങ്ങനെ പാക്കറ്റിൽ. നമ്മളിങ്ങനെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ.
ഇത് ഇവിടുത്തെ ഒരു ഫേമസ് വിഭവമാണ് ലേബർ കേസ് എന്ന് പറയും. ബയറിഷർ ലേബർ കേസ്. അത് മേടിക്കണം എന്നുണ്ട്, നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ സാധനം എടുത്തിട്ടുണ്ട്, ടർക്കി കോഴിയുടെ കഴുത്ത്. ഇത് ഇച്ചിരി പൊളിക്കുന്നു. ഇന്ന് ഒരു ബോട്ടിൽ ബിയർ എടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പഴംപൊരി. അപ്പോൾ സ്റ്റാനിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവള് വന്നിട്ടില്ല. വന്നു അവിടെ ഇപ്പം ഉണ്ട് ഗൈസ്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് മേടിച്ചേക്കണേ ഞാൻ ഗൈസ്. അപ്പോൾ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കണ്ടില്ലേ ഒരു ലോഡ് സാധനങ്ങളായി. ഇപ്പം ഇവിടെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു, വേറെ എക്സ്ട്രാ. അപ്പം ഞങ്ങൾ സൈക്കിളിലാണ് തിരിച്ചു പോകുന്നത്. കാരണം രാവിലെ ഇവിടെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് കൊണ്ടുപോകണമല്ലോ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സൈക്കിളിന് പോകാൻ വിചാരിച്ച് അപ്പോൾ സൈക്കിൾ എടുക്കാൻ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ഫുള്ള് പെട്ടെന്ന് കോട വന്ന് ഗൈസ്. പെട്ടെന്നാണ് കോട വന്നത്. കടയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ കോട വന്ന് നിറഞ്ഞൂടെ. പെട്ടെന്ന് കോട വീണപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ സൈക്കിള് പിക്ക് ചെയ്ത് ഇനി ഇത് വെച്ച് വീട്ടിലെത്തിയിട്ട് കാണാട്ടെ ഗൈസ്. ഡേഞ്ചറാണ് പോണ വഴി സൈക്കിളിൽ ക്യാമറ പിടിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ എത്തിയിട്ട് കാണാം ഇനി. അല്ലെങ്കിൽ ഈ പോണ വഴി വല്ല ക്യാമറ എടുത്ത് കഴിഞ്ഞ് ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലടിച്ച് താഴ്ത്തു പോകും. സൈക്കിളിൽ ഞങ്ങൾ റൈഡ് ചെയ്ത് ഞങ്ങളിത് വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡ് ലുക്ക്. ടയേർഡ് അയ്യോ. അപ്പോൾ ഈ കിടക്കുന്ന കാറ് നമ്മളുടെ അല്ല കേട്ടോ, നമ്മുടെ താഴത്ത് താമസിക്കുന്ന ആളുടെയാണ്. അവനത് വിൽക്കാനിട്ടേക്കണം, അതുകൊണ്ട് നമ്പർ പ്ലേറ്റൊക്കെ പറിച്ച് വെച്ചേക്കണം. ഇത് വീടിൻ്റെ പുറത്ത് കുറച്ചുള്ള സ്പേസാണ്. ഇവിടെയൊക്കെ നിറച്ച് മഞ്ഞായിരുന്നു, ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് കുറേ കുരുങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇനി ഇത് സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണം, എല്ലാം ടേബിളും എടുത്ത് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. നമ്മൾ കുക്കിങ്ങിലേക്ക് തുടങ്ങാൻ പോവാണ്. ബിയർ പഴംപൊരി നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ബിയർ പഴംപൊരി ഉണ്ടാക്കാനുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചറിയുമ്പോൾ. അപ്പോൾ പഴം ആവശ്യത്തിന്. ഇത് നമ്മുടെ റോസ്റ്റ് പോലത്തെ പഴമാണ്. നാട്ടിൽ നമുക്ക് കിട്ടുന്ന പോലത്തെ തന്നെ. ഇവിടെ ഏത്തപ്പഴമൊന്നും കിട്ടില്ല. പിന്നെ ബിയർ, പിന്നെ മാവ്. ഇത് ഡിങ്കൽ മേൽ എന്ന് പറയും. ഇത് എക്സാക്ട്ലി ഗോതമ്പ് മാവിൻ്റെ ഒരു വകഭേദമാണ്. എക്സാക്ട്ലി മൈദ മാവല്ല നമ്മൾ, പക്ഷേ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കും. പിന്നെ കുറച്ച് കടലമാവുണ്ട്. കുറച്ച് കടലമാവും ഇടാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിലവിൽ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം കറക്റ്റ് എക്സാക്റ്റ് മൈദമാവ് നമുക്ക് കിട്ടിയില്ല പോയിട്ട്. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കുക. സാധാരണ ഗോതമ്പ് പൊടി വെച്ചൊക്കെ പഴം പൊരിക്കാറുണ്ട് നാട്ടിലൊക്കെ. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദമാവ് ആവശ്യത്തിന് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. കുറച്ച് കടലമാവ്, പിന്നെ നമുക്ക് പഴം തൊലി പൊളിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് പഴമൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാവിൽ ഇത് രണ്ടായിട്ട് മുറിക്കണം. എന്നിട്ട് അതിനുശേഷം മാവിൽ മുക്കിയിട്ടെടുക്കാം. ഓക്കെ. പഴത്തിന് ചില സ്ഥലത്തൊക്കെ ചെറിയ കേട് വന്നിട്ടുണ്ടോ. അപ്പോൾ അത് മുറിച്ചളയാം നമുക്ക്. അത് നമുക്ക് ആവശ്യമില്ല. മുറിക്കണ്ട കേട്ടോ, മുറിച്ചെടുക്കാം നമുക്ക്.
പഴം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാവിൽ മുക്കിയിട്ട് വെക്കാം. ഓക്കെ, ഈ പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അത് നേരത്തെ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ബിയർ ഇപ്പോൾ ഈ പഴമെല്ലാം മുറിച്ചിട്ട് ഇപ്പോൾ പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. മൈദമാവ് ഇല്ല, ഞാൻ പറഞ്ഞ നേരത്തെ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് കടലമാവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണം. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ വെക്കാം. ഇനി നമുക്ക് ബിയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബിയർ ഞാൻ പൗലാനറിൻ്റെ ഒരു ക്യാൻ ബിയറാണ് ഇതിനു വേണ്ടി മേടിച്ചേക്കണത്. അപ്പോൾ ഈ ബിയർ കഴിക്കാത്തവർ ഇതൊന്ന് മേടിച്ച് കഴിച്ചോക്കുക, അടിപൊളി ബിയറാണ്. ബയണ്ട ഫേമസ് ബിയറാണിത്, പൗലാനർ ഹെല്ലസ്. പൊടി കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ ഈ ഒരു മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഏകദേശം, കണ്ടില്ലേ? നമുക്കിത് പൊരിക്കാം. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ഓക്കെ, ഗൈസ്, അപ്പം ഞാനിത് പൊരിക്കാനിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്, കാരണം കറക്റ്റ് മാവ് നമുക്ക് കിട്ടിയില്ല. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ്. പിന്നെ ഇത് ഞാൻ ഒറ്റക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, അതുകൊണ്ട് ക്യാമറ പിടിക്കാൻ ആരുമില്ല. അവൾ കിടക്കുകയാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒറ്റക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് അതിൻ്റേതായ ക്യാമറയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇതുവരെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, കാരണം മാവൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. പഴത്തുമ്മ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് കണ്ടിട്ട് സക്സസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, കാരണം അത്യാവശ്യം കളറൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് ഇതേ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഏട്ടാ ആദ്യമായിട്ട് ഉണ്ടാക്കി. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട, അടിപൊളി. ആദ്യമായിട്ട് ഉണ്ടാക്കണേ. സൗണ്ട് ഇല്ലേ? ഗൈസ്, റിയാക്ഷൻ വീഡിയോ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അമ്മ ഉരിഞ്ഞത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഉറക്കപ്പച്ചിന്നാണ്ടാവുന്ന ടേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ടേസ്റ്റ് ബഡ്സ് ഒക്കെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ക്രിസ്പിയാണോ? സൂപ്പർ, കണ്ണൊക്കെ പോയിരിക്കും. കഴിക്കൂ കഴിക്കൂ, പഴംപൊരിയും ജിലേബിയും കഴിക്കൂ. ഒന്നുകൂടി ക്രിസ്പി അല്ലേ? ഇനി ഇതുപോലെ ഉണ്ടാക്കോ? നീ ഉണ്ടാക്കി തന്നെ. അടുത്ത പ്രാവശ്യം ഇത് പഠിച്ചില്ലേ? റെസിപ്പി ഞാൻ പറഞ്ഞ ഞാൻ എഴുതി വെച്ചരാം. മൊരിയണ്ടേ നിനക്ക്? മൊരിഞ്ഞാലല്ലേ നീ കഴിക്കോളൂ. അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ്, ഈ ഒരു ചെറിയ പഴംപൊരി എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാലും നമ്മൾ ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.